ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ പറയാം. ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു വെച്ചു. ഒരു ഫംഗ്ഷൻ, രണ്ട് ഹാർമോണിക് ഫംഗ്ഷൻസ് യു വി ഹാർമോണിക് ആവുകയും ഒപ്പം തന്നെ യു പ്ലസ് ഐ വി അനലിറ്റിക് ആവുകയും ചെയ്താൽ ആ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടിനെ നമ്മൾ അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഒരു വൺ വേ ഡയറക്ഷനിലുള്ള റിലേഷൻ മാത്രമാണ്. ടു വേയിൽ, അതായത് ഇമാജിനറി പാർട്ട് റിയൽ പാർട്ടിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്നാണ് പറയുക. നേരെ തിരിച്ച് അങ്ങനെ ആവണം നിർബന്ധമില്ല. അങ്ങനെ ആവുന്ന ക്ലാസ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷേ ജനറലി അത് ട്രൂ അല്ല. ഓക്കെ, ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ്സ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് പ്രോബ്ലംസിലൂടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. See the problem. Verify that the function u of xy equal to x cube minus 3xy square minus 5y is harmonic in the entire complex plane and find a harmonic conjugate of this function u. Okay, അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഹാർമോണിക് ആണെന്ന് വെരിഫൈ ചെയ്യണം. So the given function is u of xy equal to x cube minus 3xy square minus 5y. Okay. അപ്പോൾ എങ്ങനെയാണ് ഹാർമോണിക് ആണെന്ന് വെരിഫൈ ചെയ്യുക? ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുന്നു. ദെൻ വി ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. യു സബ് എക്സ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ത് വരും? 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കൂടെ ഒപ്പം എഴുതാം. യു എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ ആണെങ്കിൽ സോ യു എക്സ് എക്സ് എന്ത് വരും? യു എക്സ് എക്സ് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6x വിത്ത് റെസ്പെക്ട് ടു എക്സിന്. അതുപോലെ യു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് 0 ആയിപ്പോയി. ഇവിടെ മൈനസ് 2y ഇൻറ്റു മൈനസ് 3, സോ മൈനസ് 6xy. ഓക്കെ, മൈനസ് 6xy മൈനസ് 5. ഓക്കെ, ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. അഥവാ അപ്പോൾ യു വൈ വൈ കിട്ടും. യു വൈ വൈ ഈക്വൽ ടു മൈനസ് 6x വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ നെഗറ്റീവ് 6x, ഇത് കോൺസ്റ്റൻ്റ് ആയി 0 ആയിട്ട് പോയി. ഓക്കെ, ദർഫോർ വാട്ട് ഈസ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ? 0 വരുന്നുണ്ടോ എന്നല്ലേ നമുക്ക് നോക്കണ്ടേ? ദാറ്റ് ഈസ് 6x പ്ലസ് നെഗറ്റീവ് 6x, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദർഫോർ we can conclude that u of xy is a harmonic function, ഇൻ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ അല്ലേ? കാരണം ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു പോയിൻറ്റും ഇല്ല, ബിക്കോസ് ദേ ആർ പോളിനോമിയൽസ്. അപ്പോൾ എല്ലാ പോയിൻറ്റിലും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്, ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എല്ലാ പോയിൻറ്റിലും. അതുകൊണ്ട് തന്നെ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ഈ ഫംഗ്ഷൻ ഹാർമോണിക് ആണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ഇതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഹാർമോണിക് കോൺജുഗേറ്റിന് നമുക്ക് വി എന്ന് പേര് കൊടുത്താൽ, സോ ലെറ്റ് വി ഓഫ് എക്സ് വൈ ബി എ ഹാർമോണിക് കോൺജുഗേറ്റ്, be a harmonic conjugate of u. യുവിൻ്റെ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് വി എന്ന് നമ്മൾ എടുത്താൽ, വാട്ട് ഈസ് ദ ഐഡിയ? ദെൻ വി ഹാവ് യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. ദിസ് ഇസ് ദ ഐഡിയ. യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക് അല്ലേ? യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെങ്കിൽ യുവും വിയും കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, സോ വിയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് ഉള്ളത്? വി ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്കുള്ള ഇൻഫർമേഷൻ യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ് എന്നുള്ളതാണ്. യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെങ്കിൽ വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും കോഷി-റീമാൻ ഇക്വേഷനിലൂടെ. ഓക്കെ, ദർഫോർ ബൈ കോഷി-റീമാൻ ഇക്വേഷൻസ്, ബൈ CR ഇക്വേഷൻസ്, വി ഹാവ് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു നെഗറ്റീവ് വി എക്സ്. ഓക്കെ, ഇതിൽ യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും നമുക്ക് അറിയാവുന്നതാണ്. യു എക്സ് എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. അപ്പോൾ വി വൈയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ ആയിരിക്കും. അതിനെ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുന്നു. അതുപോലെ യു വൈ, വാട്ട് ഈസ് യു വൈ? യു വൈ ഈസ് മൈനസ് 6xy മൈനസ് 5, അതായിരിക്കും നെഗറ്റീവ് വി എക്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വി എക്സ് എന്ന് പറയുന്നത് യു വൈയുടെ നെഗറ്റീവ് ആയിരിക്കും. യു വൈയുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ യു വൈയെ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6xy പ്ലസ് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് വിയെ ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ, സോ എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിയെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം? അത് വയ ഇൻ്റഗ്രേഷനിലൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് വി എക്സിൽ നിന്നോ വി വൈയിൽ നിന്നോ തുടങ്ങാം.
വി എക്സിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ വി എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിയിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ വി വൈയിൽ നിന്ന് തുടങ്ങി വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. സോ സെക്കൻഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വി എക്സ് ഈക്വൽ ടു എന്തായിരുന്നു നമുക്ക് കിട്ടിയ വി എക്സിൻ്റെ എക്സ്പ്രഷൻ? 6xy പ്ലസ് 5. ഓക്കെ, 6xy പ്ലസ് 5 ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, സോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കീപ്പിംഗ് വൈ കോൺസ്റ്റൻറ്റ്. ഓക്കെ, കീപ്പിംഗ് വൈ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ത് വരും? നമുക്ക് വി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വി ഗെറ്റ് വി ഈക്വൽ ടു 6xyയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 6x² 6y ഇൻറ്റു x² പ്ലസ് 5x. ഓക്കെ, 5ൻ്റെ ഇൻ്റഗ്രൽ 5x പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരും അല്ലേ? ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാനതിനെ phi of y എന്ന് എഴുതുന്നു. സോ ദിസ് വിൽ ബി ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പാർട്ട് ഹിയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ചെയ്യുമ്പോൾ വൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഇൻ വൈ ഇൻ ജനറലി. ഓക്കെ, അപ്പോൾ അതിനെ phi of y എന്ന് എഴുതി. ഇനി നമുക്കിവിടെ ഈ phi of y കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വിയുടെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക് നേരത്തെ എഴുതി വെച്ച പെയർ ഓഫ് ഇക്വേഷൻസിലെ ആദ്യത്തെ ഇക്വേഷൻ്റെ സഹായം തേടാം. അതിൽ വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ, ഈ എക്സ്പ്രഷനെ ഞാൻ 3 എന്ന് വിളിക്കുന്നു. സോ ഡിഫറൻഷിയേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു y വി ഗെറ്റ് എന്ത് കിട്ടും? വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, ദാറ്റ് ഈസ് വി വൈ ഈക്വൽ ടു 6x²/2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ y മാത്രമാണ് അവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ 6x²/2 അത് 3 ആണല്ലോ. സോ 3x². ഓക്കെ, പ്ലസ് 5xൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോയി, കാരണം വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. സോ 5x ഈസ് ഇൻ പ്ലേസ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. 5yയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 5-y. ഓക്കെ, that is vy equal to 3x² plus 5-y. എന്താണ് 5-y കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദി ഓർഡിനറി ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു y. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഓർഡിനറി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്? phi of y എന്ന് പറയുന്നതിൽ y മാത്രമേ വേരിയബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡിനറി ഡെറിവേറ്റീവ് ആണ്. ഇറ്റ് ഈസ് നോട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് വി വൈക്ക് ഒരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടി. പക്ഷേ ഈ വി വൈയുടെ എക്സ്പ്രഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ബൈ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ വി വൈ തന്നെ ആവണം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വി വൈയും. സോ കമ്പയറിങ് ദിസ് 1 and 4, നൗ കമ്പയറിങ് or equating. Okay, equating 1 and 4 we get. Okay, 1 ഉം 4 ഉം സെയിം വി വൈനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് 3x² minus 3y² must be equal to 3x² minus 3y² must be equal to this one, 3x² plus 5-y. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 5-yയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. 3x² ക്യാൻസൽ ചെയ്ത് കളയാം രണ്ട് ഭാഗത്തിൽ നിന്നും. സോ ദിസ് ഗിവ്സ് 5-y ഈക്വൽ ടു -3y². അപ്പോൾ 5യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ഈസ് -3y². സോ ഹൗ ഡു യു ഗെറ്റ് phi of y? By integration. So integrating with respect to y, we get -3y³ 3. ഓക്കെ, പ്ലസ് കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും, ഒരു സ്കെയിലാർ തന്നെ ആയിരിക്കും, കാരണം വൈയിൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് അത് സി എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി എനി കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ആഡഡ് ഹിയർ. ഓക്കെ, സോ ഞാനിവിടെ പ്ലസ് സി തന്നെ എഴുതുന്നു. വേർ വാട്ട് ഈസ് സി? സി ഈസ് എ കോംപ്ലക്സ് നമ്പർ. വേർ C is a complex constant. C is a complex constant. Okay, ഇവിടെ 3 കട്ട് ചെയ്ത് കളയാം. സോ phi of yയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. phi of y ഈക്വൽ ടു -y³ പ്ലസ് സി. അപ്പോൾ നമുക്ക് വിയുടെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയല്ലോ. ഈ മൂന്നാമത്തെ എക്സ്പ്രഷനിൽ ഫൈക്കുള്ള ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിയുടെ എക്സ്പ്രഷൻ കിട്ടും. സോ therefore 3 gives v of xy equal to എന്തായിരുന്നു വിയുടെ എക്സ്പ്രഷൻ? വിയുടെ എക്സ്പ്രഷൻ
6x square by 2, that is 3x square y plus 5x, 3x square y plus 5x plus phi of x, phi of y എന്താണ്, മൈനസ് വൈ ക്യൂബ് പ്ലസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, minus y cube plus constant. So this is a ഹാർമോണിക് കോൺജുഗേറ്റ്. അപ്പോൾ ഇവിടെ ഹാർമോണിക് കോൺജുഗേറ്റ് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് വി എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. നോക്കൂ, ആ എക്സ്പ്രഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഏത് കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും വരാം. അപ്പോൾ യുവിന് ഉള്ള ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഒന്നല്ല, ആക്ച്വലി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹാർമോണിക് കോൺജുഗേറ്റ്സ് ഒരേ ഫംഗ്ഷന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. ഈ സിക്ക് നമുക്ക് ഡിഫറെൻറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഡിഫറെൻറ്റ് വികൾ കിട്ടും. പക്ഷേ ആ ഡിഫറൻസ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പാർട്ടിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റും ഹാർമോണിക് കോൺജുഗേറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാവുമെങ്കിലും അവരെല്ലാവരും ഡിഫർ ചെയ്യുന്നത് ഈ കോൺസ്റ്റൻറ്റിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്കവിടെ നോട്ട് ചെയ്യാൻ പറ്റും. സോ വി ഗോട്ട് ദി ഹാർമോണിക് കോൺജുഗേറ്റ്. സോ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ? Therefore the corresponding analytic function is f of z equal to u plus iv. u എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എക്സ് ക്യൂബ് മൈനസ് 3xy² മൈനസ് 5y ഇതായിരുന്നു u, പ്ലസ് iv, v എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടി 3x² plus 5x minus y cube plus constant. Okay, ഈ കോൺസ്റ്റൻറ്റ് ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, സോ ദിസ് ഇസ് ദി കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ നോക്കൂ ഈ പ്രോബ്ലംസ്. ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് വെരിഫൈ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ u ഈസ് ഹാർമോണിക്. ഫൈൻഡ് v ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് u. ഫോം ദ കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ f of z equal to u plus iv. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ അതേ ഫോർമാറ്റ് തന്നെയാണ്. ഒരു 6 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 6 തന്നിരിക്കുന്ന യു ഹാർമോണിക് ആണ് എന്ന് വെരിഫൈ ചെയ്യണം. അഥവാ ലാപ്ലാസ് ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 വരുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹാർമോണിക് ആണെങ്കിൽ അതിനൊരു ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വി ഹാർമോണിക് കോൺജുഗേറ്റ് എന്നെടുത്തു കഴിഞ്ഞാൽ എന്താണ് കോൺസെപ്റ്റ്? യു പ്ലസ് ഐ വി അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വി കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവസാനം ഫോം ദി കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന് അതേ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 4 പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസിനെ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പ്രോബ്ലം ഇല്ലസ്ട്രേറ്റ് ചെയ്തത്. അഞ്ചാമത്തേത് നോക്കൂ, ലോഗരിതാണ്. ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, നാച്ചുറൽ ലോഗ്. ഓക്കെ, u of xy equal to ln of x square plus y square. ഇത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഇതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. കോഷി-റീമാൻ ഇക്വേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇതെല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. പ്രോബ്ലംസ് ചെയ്യാതെ ഇതെല്ലാം പഠിക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. പ്രോബ്ലംസ് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഇതിലെ ഈ 6 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്തത് ഹാർമോണിക് കോൺജുഗേറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ നമുക്ക് തന്നാൽ, ഓക്കെ, യു പ്ലസ് ഐ വി അനലിറ്റിക് ആവുന്ന രീതിയിലുള്ള വി എ ആണ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തു. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് മാത്രമല്ല ഉണ്ടാവുക, ഒരു ഫാമിലി ഓഫ് ഹാർമോണിക് കോൺജുഗേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ ഹാർമോണിക് കോൺജുഗേറ്റുകളിലൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കൂടി ഒരു കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ഫംഗ്ഷൻ്റെ തന്നെ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ 2 ഹാർമോണിക് കോൺജുഗേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ ഈ പ്രോബ്ലം ചെയ്തതിലൂടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്. ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് റിഗറസ് ആയിട്ട് പ്രൂവ് ചെയ്യുകയും ചെയ്യാം. കോഷി-റീമാൻ ഇക്വേഷൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പക്ഷേ അത്ര ഡീറ്റെയിൽസിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇത് ഒബ്സർവേഷൻ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഏത് 2 ഹാർമോണിക് കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാലും അവർക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.